ഗൈസ്, ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. അതിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇന്ന് ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ചക്കക്കുരു ചെറുതായിട്ട് കീറി ഒരു ചരുവത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് അടപ്പേ വെച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അതിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് ചെറുതായിട്ട് വേകാൻ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2-3 ചെറിയ പീസ് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലരിഞ്ഞ് ഇത് പകുതി വേഗമാകുമ്പോൾ ഇതും കൂടെ ഇട്ട് പറ്റുമ്പോൾ എണ്ണയിലിട്ട് എടുക്കാൻ നേരം കാണിക്കും. നമ്മുടെ ചക്കക്കുരു ഒരുമാതിരി വേവായിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റുന്നവരെ ഈ അടപ്പിൽ തന്നെ ഒന്ന് കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇവിടെ എല്ലാം വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ചക്കക്കുരു വറ്റിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ചതച്ച് വെച്ചിരുന്ന മുളക്, കുറച്ച് കുരുമുളക് പൊടി, ഇനി ഇത് നമ്മൾ ഫ്രൈ ഒന്ന് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടെ ചെയ്തു നോക്കാം.